നിങ്ങൾ എങ്ങനെയാണ് ഇത് തുടങ്ങിയത്? ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വലിയ ക്രൈസിസിന്റെ മുന്നിൽ നിന്നൊരു ഘട്ടത്തിലാണ് ബയോവിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയിൽ പരാമർശിക്കാതെ നമുക്ക് ബയോവിനിലേക്ക് വരാൻ സാധിക്കില്ല. WSS നമ്മുടെ മാനന്തവാടി രൂപതയുടെ സാമൂഹിക സേവന രംഗമാണ് ഈ വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്നത്. 1974 അത് ആരംഭിക്കുന്നത്. അതിനുശേഷം ആ സമയത്ത് തൊട്ട് തന്നെ കർഷക സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് സോഷ്യൽ സർവീസ് സൊസൈറ്റി മുമ്പോട്ട് പോകുന്നത്. നടീൽ വസ്തുക്കളൊക്കെ, പ്രത്യേകിച്ച് ഇവിടെ കുടിയേറ്റൊക്കെ നടക്കുന്ന സമയം, നടീൽ വസ്തുക്കളൊക്കെ താഴെ പ്രദേശത്ത് നിന്നൊക്കെ കൊണ്ടുവരിക, പ്രത്യേകിച്ച് തെങ്ങും തൈകളും മറ്റുമൊക്കെ എത്തിക്കുക. അതുകൊണ്ട് നമുക്ക് നല്ല നേഴ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കർഷകർക്ക് ആ സമയത്ത് തന്നെ നല്ല നടീൽ വസ്തുക്കൾ വേണമെന്നുണ്ടെങ്കിൽ വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയിൽ പോയാൽ മതി എന്നുള്ള ഒരു കൺസെപ്റ്റ് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മൾ പ്രത്യേകിച്ച് സ്പൈസസ് ബോർഡിൻ്റെയൊക്കെ ഒരു സാമ്പത്തിക സഹായത്തോടെ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം എന്ന് തന്നെയുള്ള ഒരു വളരെ ഓതറൈസ്ഡ് ആയിട്ടുള്ള, ലീഗലൈസ്ഡ് ആയിട്ടുള്ള ഒരു കർഷക സംവിധാനം രൂപപ്പെടുത്തുന്നത്. 10 വർഷമൊക്കെ കഴിഞ്ഞിട്ട് 2000 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് 2010 ആകുമ്പോഴത്തേക്ക് ഇതിലേക്ക് എന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നബാർഡ് തന്നെ വീണ്ടും വരികയാണ്. അവരുടെ UPNRM പ്രോജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ഈ ഒരു നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു അംബ്രല്ല പ്രോഗ്രാം എന്ന നിലയിൽ ഇവിടെയുള്ള ജൈവ കർഷകരുടെ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ജൈവ കർഷകർ ഒരുമിച്ച് കൂട്ടിയ മാത്രം പോരല്ലോ, അപ്പോൾ അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ സമാഹരിച്ചാൽ അതിനെ വാല്യൂ അഡീഷൻ വരുത്താനായിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് ഒക്കെ വേണം. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ആശയം കുറച്ചും കൂടി വിപുലമായിട്ട് വരുന്നത് നബാർഡിൻ്റെ ഒരു ഇൻ്റർവെൻഷനിലൂടെയാണ്. നബാർഡുമായിട്ടുള്ള ഈ ഒരു പ്രോജക്റ്റ് സൈൻ ചെയ്യുമ്പോൾ അവർ പറഞ്ഞിരുന്നൊരു കാര്യം, ഒരു 3 വർഷം കൊണ്ട് 10,000 കർഷകരിലോട്ട് ഇത് എത്തണം എന്നുള്ളതായിരുന്നു. അപ്പോൾ 10,000 കർഷകർ ഈ പറയുന്ന പ്രോജക്റ്റ് പീരീഡ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് 15,000 കർഷകരോട്ട് വന്നു. അപ്പോൾ കർഷകർ ഇതിനെ സ്വീകരിച്ചു എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം നമുക്ക് കർഷകർക്ക് മാർക്കറ്റിൽ ലഭിക്കുന്നതിനേക്കാളും അധികമായിട്ടുള്ളൊരു വില നമുക്ക് ലഭ്യമാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത്. അങ്ങനെ ലഭ്യമാകുവാൻ സാധിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വിവിധ സർട്ടിഫിക്കേഷൻ. ഒന്ന് നമുക്ക് ഓർഗാനിക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, പിന്നെ നമുക്ക് റെയിൻ ഫോറസ്റ്റ് അലയൻസ് ഉണ്ട്, ഫെയർ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഈ 3 സർട്ടിഫിക്കറ്റുകളും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമ്മുടെ പ്രൊഡക്റ്റിന് കുറച്ചും കൂടിയുള്ള ഒരു സ്വീകാര്യത ഉറപ്പുവരുത്തുന്നുണ്ട്. അച്ഛനെ ഈ കൃഷിയിൽ എന്താ മുൻപ് വല്ല പരിചയം ഉണ്ടായിരുന്നു? എൻ്റെ അപ്പനും പാരമ്പര്യമായിട്ട് ഞങ്ങൾ കർഷകരാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ കർഷകരാണ്. കൃഷി പരിപാടിയൊക്കെ നിലമ്പൂർ ഭാഗത്ത്. പക്ഷേ കാപ്പി കർഷകരല്ല, കാപ്പിയല്ല, തെങ്ങ്, കവുങ്ങ്, റബ്ബർ അങ്ങനെയൊക്കെയാണ് ഉള്ളത്. കാപ്പിയിൽ എത്രത്തോളം വാല്യൂ അഡിഷൻ ഉണ്ടാക്കാം, കൊല്ലം മുഴുവൻ എങ്ങനെ കാപ്പി വിൽക്കാം, എല്ലാ മാർക്കറ്റിലേക്കും അതെങ്ങനെ എത്താം നോക്കാം. അപ്പോൾ ഇതാണ് ബയോവിൻ അഗ്രോ റിസർച്ചിൻ്റെ കോഫി സംഭരണ യൂണിറ്റ്. നമ്മളൊപ്പം ഇതിൻ്റെ പ്രൊഡക്ഷൻ മാനേജറായിട്ടുള്ള ലെൻസ് ഫിലിപ്പ് ഉണ്ട്. ലെൻസ് ഇപ്പോൾ കാപ്പിയുടെ സീസൺ അല്ല, പൂത്തട്ടേ ഉള്ളൂ കാപ്പി. അത് അടുത്ത വർഷത്തേക്കുള്ള ഇപ്പോൾ പൂത്ത കാപ്പി നമ്മൾ ഡിസംബറോടുകൂടിയാണ് നമ്മൾ ഹാർവെസ്റ്റിംഗ് നടത്തുന്നത്. നമ്മളെ സംബന്ധിച്ച് വയനാട്ടിൽ നമുക്ക് 19,000 ഓർഗാനിക് കർഷകരുണ്ട്. അവരിൽ നിന്ന് നമുക്ക് സ്വന്തമായിട്ട് അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ ഓഫീസേഴ്സ് ഉണ്ട്, പർച്ചേസ് വിങ്. അവർ കളക്ട് ചെയ്തിരുന്ന കാപ്പി നമ്മളിവിടെ കൊണ്ടുവന്ന് ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള നമ്മളിവിടെ സ്റ്റോറേജ് വെച്ചിട്ട്. കഴിഞ്ഞ കൊല്ലം പറിച്ച കാപ്പിക്കുരുവാണ് ഇപ്പോൾ? അല്ല, കഴിഞ്ഞ ഡിസംബറിൽ അവർ പറിച്ചു തുടങ്ങുന്നു. ജനുവരിയിലൊക്കെ ഉണങ്ങി നമുക്ക് അവർ കർഷകർക്ക് വില എപ്പോഴാണ് അവർക്ക് സെയിൽ ചെയ്യാൻ തോന്നുന്ന സമയത്ത് നമ്മൾ അറിയിക്കുന്നു. നമ്മളതെടുത്ത് സ്റ്റോർ ചെയ്യുന്നു. അടുത്ത ഒരു വർഷത്തേക്കുള്ള ഇവിടെ സ്റ്റോർ ചെയ്തിട്ട് നമ്മളതിനെ പ്രോസസ്സ് ചെയ്യുന്നു. ഞാൻ കാപ്പി നിങ്ങൾക്ക് നമുക്ക് എപ്പോഴും മാർക്കറ്റ് റേറ്റിനെക്കാട്ടിലും ഒരു 10-15 രൂപ എക്സ്ട്രാ അവർക്ക് പെർ kg നമുക്ക് കൊടുക്കാൻ കഴിയും. ഇപ്പം നമ്മൾ കൊണ്ടുവന്ന് ഇറക്കുന്നത് കണ്ടു. ഇവിടെ എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഇതിനെ ബീൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വർക്കാണ് ഈ പ്ലാന്റിൽ നടക്കുന്നത്. അതായത് കോഫിയുടെ ഡ്രൈഡ് കോഫി ചെറി എന്ന രൂപത്തിലാണ് അവിടുന്ന് അവർ തരുന്നത് കാപ്പിക്കുരു. അതിനെ ഹസ്കിനെ വേർപെടുത്തിയിട്ട് ബീൻസ് ആക്കി മാറ്റുന്ന ഒരു മെക്കനൈസ്ഡ് ഒരു പ്ലാന്റ് ആണിത്. പ്രോസസ്സാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് എത്ര സമയം എടുക്കും? നമുക്ക് പെർ അവർ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 4 ടൺ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റും. അതെ. ഒരു 6-7 പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഈ ഇളവിടെ ഇരിക്കുന്നത്. എന്നാൽ ഒരു 5 മിനിറ്റും കൊണ്ട് ഒരു പ്രോസസ്സ് എല്ലാം കഴിഞ്ഞുകൂടെ എത്താൻ 4 to 5 മിനിറ്റ്സ് മതി. ഓക്കെ. 5-6 പണിയുണ്ടെന്ന് പറഞ്ഞാലും 5 മിനിറ്റ് കൊണ്ട് കൂടെ എത്തും. നിങ്ങളുടെ ഏതൊക്കെ പ്രോഡക്റ്റ് ആയിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത്? ഞങ്ങൾ ഡ്രൈഡ് ഇത് ബീൻസ് ആയിട്ട് ഞങ്ങൾ കൊടുക്കുന്നത്. AB കോഫി അല്ലെങ്കിൽ A കോഫി, അങ്ങനെ ഓരോ ഗ്രേഡുകളുണ്ട്. ICB സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഉള്ള ഓരോ ഗ്രേഡ് അനുസരിച്ച് നമ്മളങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലെൻസ് നിങ്ങൾ ഈ 19,000 തൊട്ട് 20,000 വരെ കർഷകർ നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞു. കൊല്ലം തോറും അവർ നിങ്ങൾക്കാണ് തരുന്നത്. ഇവരേത് ഓർഗാനിക് ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പ്?
നമുക്ക് 18ഓളം ഈ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ ഓഫീസേഴ്സ് ഉണ്ട്. അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഓരോ ഏരിയ. അപ്പോൾ അവർക്ക് നമ്മൾ നിരന്തരം ട്രെയിനിങ്ങിലൂടെയും സെമിനാർസിലൂടെയും നമ്മൾ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കരുതെന്നും മറ്റ് കീടനാശിനികൾ ഉപയോഗിക്കരുതെന്നും എന്ന ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യണം എന്നുള്ള ട്രെയിനിങ് കൊടുത്ത് എടുത്തുകൊണ്ടിരുന്നതാണ്. പിന്നെ നമ്മളൊരു പ്രൊക്യൂർമെൻറ്റ് നടത്തുന്നതിന് മുന്നേ അവരുടെ ഫീൽഡ് സ്റ്റഡി ഉണ്ട്. നമുക്ക് അതിനായിട്ടൊരു വിങ് തന്നെയുണ്ട്. പിന്നെ ഒരു കർഷകൻ നമുക്കിപ്പോൾ ഇന്ന് സെയിൽ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഓടിപ്പോയി നമ്മളത് എടുക്കുന്നില്ല. നമ്മളതിൻ്റെ സാമ്പിൾ കൊണ്ടുവന്നിട്ട് നമ്മൾ ആ സാമ്പിൾ ഇവിടെ ചെയ്യേണ്ട നമുക്കിവിടെ കോഫി ലാബുണ്ട്. പിന്നെ നമ്മൾ പുറത്ത് ലാബിലാണ് കൊടുക്കുന്നത്. അതും കൊടുത്തിട്ട് ഈ പറയുന്ന ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഒക്കെ ഓക്കെ ആണെങ്കിൽ പെസ്റ്റിസൈഡ് ഡിറ്റക്ട് ചെയ്തിട്ടില്ല എന്ന ഓർഗാനിക് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇങ്ങോട്ട് പ്രൊക്യൂർ ചെയ്ത് എടുത്ത് കൊണ്ടുവരുള്ളൂ. ഇപ്പോൾ വയനാട്ടിൽ പലരും കാപ്പി ഭയങ്കര നഷ്ടത്തിലാണ് എന്നൊക്കെ പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ 2-3 വർഷം മുന്നേ റേറ്റ് കുറവായതുകൊണ്ട് നഷ്ടമായിരിക്കും. ഇവിടെ വരുന്നതിൽ ഏതാ വരുന്നത്? അറബിക്കാണോ മറ്റേ? ഇവിടെ റോബസ്റ്റയാണ് നമ്മൾ ചെയ്യുന്നത്. റോബസ്റ്റ കോഫിയാണ് ചെയ്യുന്നത്. എത്ര ഗ്രേഡുകളുണ്ട് ഇതിലിപ്പോൾ ഇങ്ങനെ? അതായത് അറബിക്ക ഇവിടെ നമ്മൾ ചെയ്യുന്നതിൽ 7ഓളം ഗ്രേഡുകളുണ്ട്. പിന്നെ റോബസ്റ്റയിൽ അറബിക്ക അതിലും അതേപോലത്തെ ഗ്രേഡുകളുണ്ട്. പിന്നെ പാർച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഗ്രേഡുകളുണ്ട്. വയനാട്ടിൽ സുലഭമായി ലഭിക്കുന്നത് എപ്പോഴും റോബസ്റ്റ ആയിരിക്കും. ഓരോ കാപ്പിപ്പൊടിക്കും ഓരോ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ക്വാളിറ്റിയാണ് വളരെ ക്രൂഷ്യൽ ആവുന്നത്. അതെ അതെ. നിങ്ങൾക്ക് ബയോവിൻ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നില്ലേ? ഞങ്ങൾ എക്സ്പോർട്ടേഴ്സ് ആണല്ലോ. എത്ര സ്ഥലങ്ങളിലേക്ക്? ഞങ്ങൾ ഏകദേശം 40ഓളം രാജ്യങ്ങൾക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ജർമ്മനി, ഇറ്റലി, US, യൂറോപ്പ്, അമേരിക്കൻ മാർക്കറ്റ് പിടിച്ചു കവർ ചെയ്യുന്നുണ്ട് അല്ലേ? മാർക്കറ്റ് പിടിച്ചു എന്നല്ല, കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒറ്റ കാര്യം എന്താണെങ്കിൽ നിങ്ങൾ ഇത് കൊണ്ടുവന്ന് ഇറക്കിയിട്ട് എക്സ്പോർട്ട് ചെയ്ത് മറ്റേ വിദേശ മാർക്കറ്റിൽ എത്തുന്നതായിട്ടുള്ള കാര്യമാണ്. പക്ഷേ കർഷകന് നിങ്ങൾ ഇത് ക്വാണ്ടിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ക്വാളിറ്റിക്കൊപ്പം അതിനുള്ള സജഷൻസ് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? അവരെ ആ എൻഡിൽ കർഷകരെ നിങ്ങൾ എങ്ങനെ സഹായിക്കുന്നു? പർച്ചേസ് വിങ്ങിൽ ഇരിക്കുന്ന ഹെഡ് ഈ പരമായിട്ട് പുള്ളി ഒരു കർഷകനും കൂടെയാണ്. അപ്പം നമ്മൾ ഈ മാസത്തിൽ അല്ലെങ്കിൽ ഒരു ടൈം പീരീഡ് വെച്ചിട്ട് അവർക്ക് അതിനുള്ള സെമിനാറുകളും ക്ലാസ്സുകളൊക്കെ കൊടുത്തു പുള്ളി അതിനൊരു റിസർച്ചൊക്കെ നടത്തി അവർക്ക് ക്ലാസ് കൊടുത്തിട്ട് അവർക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അവർക്ക് എങ്ങനെ ഈൽഡ് കൂട്ടാം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൂട്ടാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആ വിങ് ഭംഗിയായി ചെയ്തെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ആ വിധത്തിൽ നിങ്ങൾ ഫീൽഡിൽ ഇടപെടുന്നുണ്ട്. ഒരു കാപ്പി ഇവിടെ കൊണ്ടുവരുന്ന കുരുവിന്റെ കാര്യത്തിൽ മാത്രമല്ല, കുരു ഉണ്ടാവാനുള്ള കാപ്പിച്ചെടിയുടെ കാര്യം നോക്കുന്നുണ്ട്. കാപ്പിച്ചെടി എന്ന് പറഞ്ഞാൽ അതാ പറഞ്ഞത്, കൺവെൻഷണൽ ആയിട്ട് ഈ പറയുന്ന ഓർഗാനിക് ഫാർമേഴ്സ് ഒക്കെ ഒരു കാലത്ത് കൺവെൻഷണൽ ഫാർമേഴ്സ് ആയിരുന്നു. ആ ഒരു കൺവെൻഷണൽ ഫാം ഓർഗാനിക്കായി മാറണമെങ്കിൽ 3 വർഷം എടുക്കും. ഈ 3 വർഷവും നമ്മുടെ ഒരു ഗൈഡൻസിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഈ 3 വർഷം കഴിയുമ്പോൾ ഓർഗാനിക്കായി മാറുന്നതിൻ്റെ പുറകിൽ ഒരുപാട് എഫേർട്ടുണ്ട്. കർഷകൻ എടുക്കുന്ന എഫേർട്ട്, ഞങ്ങളുടെ പ്രൊക്യൂർമെൻറ്റ് വിങ് എടുക്കുന്ന ഒരു എഫേർട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഓർഗാനിക്കായി മാറുന്നത്. അപ്പോൾ കംപ്ലീറ്റ് മെക്കനൈസ് ആയതോടുകൂടി കർഷകർക്ക് കാര്യം എളുപ്പമായി. ബയോവിനിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് കർഷകന് 10 രൂപ കൂടുതലും കിട്ടും അല്ലേ? മാത്രമല്ല ഇത്രയും പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 ലേബേഴ്സിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ജസ്റ്റ് ഫീഡിങ്ങിൻ്റെ അവിടെ ഇതൊക്കെ കഴിഞ്ഞ് മെഷീൻ നോക്കാൻ ഒരാൾ, പിന്നെ ഇതേപോലെ ഇരിക്കുന്നത് എടുത്തുകൊണ്ട് സ്റ്റോറേജ് ചെയ്യാൻ. ഇതേ പ്രോസസ്സ് അല്ലെങ്കിൽ ഇതേ പരിപാടി മറ്റ് സ്പൈസസിന്റെ കാര്യത്തിലും ചെയ്യുന്നുണ്ട്. എല്ലാ സ്പൈസസിലും ഇവിടെ എന്തൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെ കർഷകർക്ക് ഗുണം ചെയ്യാം എന്ന വിധത്തിലുള്ള ആലോചന കൂടി നടക്കുന്നുണ്ട്.